നവരാത്രിയിലെ 5-ാം ദിവസം സെപ്റ്റംബർ 26 ദേവിയെ സ്കന്ദമാതാ രൂപത്തിൽ ആരാധിക്കുന്നു. അവരുടെ പേര് വ്യക്തമാക്കുന്നതുപോലെ സ്കന്ദനെ മടിയിലിരുത്തി സ്നേഹപൂർവ്വം ലാലിക്കുന്ന മാതൃത്വഭാവമാണ് ദേവിക്ക്. ദേവിക്ക് ചതുർഭുജമുണ്ട്. ത്രിനേത്രം കാഴ്ചപിടിപ്പിക്കുന്നു. വലതുകൈകളിലൊന്നിൽ 6 തലകളുള്ള ബാലമുരുകനെയാണ് കരുതുന്നത്, മറ്റൊന്നിൽ താമരപ്പൂവാണ്. ഇടതുകൈകളിൽ വരമുദ്രയും താമരപ്പൂവും കാണാം. അവരുടെ വാഹനം സിംഹമാണ്. സ്കന്ദമാതാവിനെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നത് സുബ്രഹ്മണ്യപൂജയുടെ ഫലവും നൽകും. ശക്തിധരൻ ആയ സുബ്രഹ്മണ്യൻ ദേവസൈന്യത്തിന്റെ നേതാവായി ദുഷ്ടശക്തികളെ നിഗ്രഹിച്ചതാണെന്ന് വിശ്വാസം. അതിനാൽ സ്കന്ദമാതാവിന്റെ പ്രീതി നേടുന്നതിലൂടെ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹവും ലഭിക്കും. പ്രത്യേകിച്ച് ചൊവ്വാദോഷമുള്ളവർ ദേവിയെ ആരാധിച്ചാൽ ദോഷശാന്തി പ്രാപിക്കാമെന്നു കരുതപ്പെടുന്നു. ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ ഏറെ പ്രിയമാണ്. സ്കന്ദമാതാ ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം: സിംഹാസനഗത നിത്യം പദ്മാശ്രിതകരത്വയ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ഇത് 11 തവണ ജപിക്കുക. ഇന്ന് ചൊല്ലേണ്ട സ്കന്ദമാതാ ദേവീസ്തുതി: യാ ദേവി സർവഭൂതേഷു മാ സ്കന്ദമാതാ രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇത് 11 തവണ ജപിക്കുക.